ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശ്രീരാമനവമി ദിവസം. ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഏതൊരു കാര്യം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിലും ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രജപം നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ 7 പ്രാവശ്യം ചൊല്ലിക്കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. ഇന്ന് ശ്രീരാമ നവമി ആഘോഷിക്കുന്നവർ, അതായത് വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നവരും അല്ലാത്തവരും ക്ഷേത്ര ദർശനത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നവരും, ഇനി അതിനൊന്നും ഞങ്ങൾക്ക് സമയമില്ല, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജോലി തിരക്കാണ് എന്നെല്ലാം പറഞ്ഞ് ഒഴിഞ്ഞു മാറി നിൽക്കുന്നവർക്കും കൂടി നമ്മുടെ ജീവിതത്തിൽ ശ്രീരാമ ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹത്തിനായിട്ട് ചൊല്ലേണ്ട ഒരു മഹാമന്ത്രം തന്നെയാണ്. ഈ മന്ത്രത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ വീണ്ടും ഇന്ന് ഇത് ചൊല്ലുവാനായിട്ട് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പലതാണ്. ഇന്ന് എന്നുള്ളൊരു ദിവസം മാത്രമല്ല, എപ്പോഴെല്ലാം നമുക്ക് സമയം കിട്ടുന്നുവോ അപ്പോഴെല്ലാം ചൊല്ലാവുന്ന ഒരു അത്ഭുത മന്ത്രം. അതുമാത്രമല്ല, ശ്രീരാമനാമം എഴുതുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നുള്ളത്. അതായത് നമ്മൾ ദിവസവും ശ്രീരാമനാമം എഴുതുന്നത് വളരെ നല്ലതാണ് എങ്കിൽ പോലും ചിലർക്ക് അതിനൊന്നും സമയം കിട്ടാത്തത് കാരണം അതെല്ലാം തന്നെ മുടങ്ങിപ്പോകുന്നു, കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവർക്ക് ഇന്ന് ഒരു ദിവസമായിട്ടെങ്കിലും നമുക്ക് ഒരു 1001 പ്രാവശ്യമോ അല്ലെങ്കിൽ 108 പ്രാവശ്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം എഴുതുവാൻ സാധിക്കുന്നുവോ അത്രയും പ്രാവശ്യം ശ്രീരാമനാമം നമുക്ക് ഇന്നൊരു നോട്ട് പുസ്തകത്തിൽ ഏതൊരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് വേണമെങ്കിലും എഴുതാം. ഇനി അഥവാ അതിന് നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആഗ്രഹിക്കാതെ വേണമെങ്കിലും ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് എഴുതാവുന്നതാണ്. പക്ഷെ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം എന്ന് പറയുന്നത് ഇതാണ്: ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ എന്ന ഈ മന്ത്രം ജപിക്കും തോറും ഇരട്ടി ഫലങ്ങൾ നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒന്നാണ്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇന്ന് ഒരു ദിവസമെങ്കിലും നമ്മൾ ഈ മന്ത്രം എത്ര പ്രാവശ്യം ചൊല്ലാൻ സാധിക്കുന്നുവോ അത്രയും പ്രാവശ്യം ചൊല്ലാം. ഇനി അഥവാ നമുക്ക് അതിനൊന്നും സമയമില്ല എന്ന് പറയുന്നവർ വെറും 7 പ്രാവശ്യമെങ്കിലും ഇന്നിത് ചൊല്ലിക്കിടക്കാം. എപ്പോൾ സമയം കിട്ടിയാലും, ഇപ്പോഴാണ് നിങ്ങളുടെ മുൻപിൽ ഈ വീഡിയോ കാണുന്നത്, ആ നിമിഷം തൊട്ട് നമുക്ക് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ മന്ത്രം ചൊല്ലാം. കഴിവതും ഇന്നത്തെ ദിവസം ചൊല്ലിക്കിടക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നതായിരിക്കും. ക്ഷേത്രത്തിൽ പോയി ഇരുന്നു കൊണ്ട് ജപിക്കാം, വീട്ടിലെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലാം. എന്താണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത കാണാം. ഹിന്ദു പുരാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തികളാണ് ശിവഭഗവാനും വിഷ്ണുവും. നമ്മളെപ്പോഴും പെട്ടെന്ന് നമ്മുടെ നാവിൽ വരുന്ന മന്ത്രം എന്ന് പറയുന്നത് പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ എന്നുള്ളതും അതുപോലെ തന്നെ അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രവുമാണ്. മഹാവിഷ്ണുവിനെയും ശിവഭഗവാനെയും കുറിക്കുന്ന മന്ത്രങ്ങളാണ് ഓം നമ ശിവായ എന്നുള്ള മന്ത്രവും അതുപോലെ തന്നെ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രവും. ഈ 2 മന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ അക്ഷരമുണ്ട്. ഇതിനെ ബീജാക്ഷരം എന്നാണ് നമ്മൾ പറയുന്നത്. നമശിവായ എന്നുള്ള മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ മ എന്നുള്ളത് മാറ്റിയാൽ ന ശിവായ എന്നാകും. അതായത് നശിവായ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാശമായി പോകട്ടെ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രത്തിൽ നിന്ന് ബീജാക്ഷരമായ രാ എടുത്തു മാറ്റിയാൽ ഓം നമോ നായണായ എന്നാകും. തനിക്ക് മുന്നിൽ ഒരു വഴിയുമില്ല എന്നാണ് ഈ ഓം നമോ നായണായ എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ഓം നമോ നാരായണ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ രായും ഓം നമശിവായ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ മായും യോജിപ്പിച്ചാണ് രാമ എന്ന പേരാണ് ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രന് വസിഷ്ഠ മഹർഷി നൽകിയത്. അതായത് ഓം നമോ നാരായണ എന്നുള്ള മന്ത്രത്തിലും ഓം നമശിവായ എന്നുള്ള മന്ത്രത്തിലും രാമനാമം അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ രാമ എന്നുള്ള ഈ 2 അക്ഷരങ്ങൾ ഓരോ മന്ത്രത്തിൽ നിന്നും എടുത്തു മാറ്റുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ അവിടെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. വൈഷ്ണവ ശക്തിയും ശൈവശക്തിയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന നാമമാണ് രാമനാമം. വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമാണ് താരകമന്ത്രം എന്നറിയപ്പെടുന്ന രാമനാമം. ഒരിക്കൽ പാർവതീദേവി ഭഗവാൻ പരമേശ്വരനോട് ചോദിച്ചു, ദീർഘമായ വിഷ്ണു സഹസ്രനാമം പണ്ഡിതനായിട്ടുള്ളവർക്ക് മാത്രമല്ലേ നിത്യവും ചൊല്ലുവാൻ സാധിക്കുകയുള്ളൂ? സാധാരണക്കാർക്ക് എന്നും ചൊല്ലുവാൻ ബുദ്ധിമുട്ടല്ലേ? അതായത് വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ അക്ഷരങ്ങളുടെ ഒരു വാക്ക് പോലും തെറ്റുവരാതെ ജപിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും അതിന് സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ സാധാരണക്കാർക്കും കൂടി അതിൻ്റെ പുണ്യഫലം ലഭിക്കുവാൻ വേണ്ടി
എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി പാർവതീദേവി പരമേശ്വരനോട് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് ഭഗവാൻ പാർവതീദേവിയോട് പറയുന്നതാണ് ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ എന്നുള്ള ഈ മന്ത്രം. ഈ ശ്രീരാമ മന്ത്രം ഭക്തിയോടുകൂടി വെറും 3 പ്രാവശ്യം ജപിച്ചാൽ മതി. വിഷ്ണു സഹസ്രനാമ ജപ പുണ്യം സാധാരണക്കാർക്ക് ലഭ്യമാകുമെന്ന് ശിവഭഗവാൻ പാർവതീദേവിയോട് പറയുന്നുണ്ട്. മരാ മരാ എന്ന് ചൊല്ലി കാട്ടാളനായിരുന്ന വാൽമീകി മുനിയായതും പിന്നീട് രാമായണം രചിച്ച കഥ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ഇതുമാത്രമല്ല, എല്ലാ മന്ത്രങ്ങളുടെയും മാതാവ് എന്നറിയപ്പെടുന്ന ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രത്തേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നില്ല. സൂര്യഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് ഗായത്രി മന്ത്രം എന്നും നമുക്കറിയാം. ഗായത്രി മന്ത്രത്തിലെ 24 അക്ഷരങ്ങൾ 24,000 ശ്ലോകങ്ങളായിട്ട് വിപുലീകരിച്ചാണ് രാമായണം എഴുതിയിരിക്കുന്നത്. രാമനാമം ജപിക്കുമ്പോൾ ശിവചൈതന്യവും വിഷ്ണു ചൈതന്യവും നമ്മളെ തേടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്തതാണ്. അങ്ങനെയുള്ള ഈ ശ്രീരാമ രാമ രാമേതി എന്ന് തുടങ്ങുന്ന ഈ മന്ത്രം നമുക്ക് ഇന്ന് ഒരു 7 പ്രാവശ്യം അല്ലെങ്കിൽ 51, 21 എന്നീ എണ്ണങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ശുദ്ധമായ മനസ്സോടുകൂടിയും ശാന്തമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ടും ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ ശിവഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം എന്ന് മാത്രമല്ല സർവ്വദേവീ ദേവന്മാരുടെയും അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. എന്ത് ആഗ്രഹിച്ചുകൊണ്ടാണോ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നത്, ആ ആഗ്രഹം ഉടൻ തന്നെ നിറവേറിക്കിട്ടും. ന്യായമായ ഏത് കാര്യങ്ങളെയും നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത്. ഇവിടെ എനിക്കറിയാവുന്നവരുടെ ഒരു അനുഭവ കഥ കൂടി ഞാൻ പറയാം. അതായത് അവരുടെ അമ്മ, എന്നോട് സംസാരിച്ച ആ വ്യക്തിയുടെ അമ്മ മരണക്കിടക്കയിൽ കിടക്കുകയാണ്. വളരെയധികം കഷ്ടമാണ്. കുട്ടികൾ 2ഉം ചെറുതാണ്. എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി കരയുന്ന സമയത്ത് അവർക്ക് അവരുടെ ഒരു ഗുരു ആയിട്ടുള്ള വ്യക്തി, അതായത് മുതിർന്ന ഒരു വ്യക്തി പറഞ്ഞത്രേ, നിങ്ങളുടെ അമ്മയെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലൂ എന്ന്. ആ കുട്ടിക്ക് അറിയില്ല വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ നമ്മുടെ അമ്മയെ രക്ഷപ്പെടുത്താനാകുമെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ശരി, ശ്രമിച്ചു നോക്കാം, നമുക്ക് മുതിർന്നവർ പറഞ്ഞതല്ലേ എന്ന് കരുതി ആ നാമം ഒരു ദിവസം ജപിക്കുവാൻ തുടങ്ങി. അതിങ്ങനെ തുടർച്ചയായിട്ട് ജപിച്ചുകൊണ്ടേയിരുന്നു. 21 ദിവസം ഇതുപോലെ ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും തന്നെ അവരുടെ അമ്മയ്ക്ക് കുറേശ്ശെയായിട്ട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. മരുന്നുകൾ ഫലം കണ്ടു തുടങ്ങി. അവരുടെ അമ്മ വീണ്ടും സ്വാഭാവികമായിട്ടുള്ള ഒരു യഥാർത്ഥ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്നാണ് പറയുന്നത്. ഇത് എന്നോട് പറഞ്ഞ വ്യക്തി ഇപ്പോൾ കുട്ടിയല്ല, വലിയ ആൾ തന്നെയാണ്. അവർ കുട്ടിയായിരിക്കുന്ന സമയത്ത്, ചെറുതായിരിക്കുന്ന സമയത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് എന്നോടൊരു പറഞ്ഞ കാര്യമാണിത്. ഇത് സത്യമായും നടന്ന ഒരു കഥയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുത്തു പറയുന്നത്. വിഷ്ണു സഹസ്രനാമ ജപത്തിന് അത്രയധികം ഫലമാണ് നമ്മളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നത്. ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ, അതായത് മുജ്ജന്മത്തിൽ പുണ്യം ചെയ്തവർക്ക് മാത്രമേ ഈ ജന്മത്തിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ ആഗ്രഹിച്ചിട്ട് പോലും അതിന് സാധിക്കുന്നില്ല എന്ന് പറയുന്നവർ, ഞാൻ ഇവിടെ ഈ പറഞ്ഞ മന്ത്രം നിങ്ങൾ ദിവസവും 3 പ്രാവശ്യമെങ്കിലും ജപിക്കുക. ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ ഒരു മൺവിളക്കാണെങ്കിലും അതെടുത്തു വെച്ച് ദീപം തെളിയിച്ച് നമ്മൾ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഏതൊരു മന്ത്രത്തിൻ്റെയും ആവശ്യമില്ല. കാരണം ഈ മന്ത്രത്തിലൂടെ തന്നെ നമുക്ക് എല്ലാ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുമെന്നുള്ളതിൽ തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ശ്രീരാമനവമി ദിവസമായ ഈ ഒരു ദിവസത്തിലെങ്കിലും ശ്രീരാമനാമം എഴുതുവാൻ ശ്രമിക്കുക. ഞാൻ ഇവിടെ പറഞ്ഞ ഈ മന്ത്രം ചൊല്ലിയെടുക്കുവാൻ ശ്രമിക്കുക. എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലാം. ശുദ്ധമായ മനസ്സോടുകൂടിയും ശരീരത്തോടുകൂടിയും എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി കാണാം. നമ്മൾ ഇന്ന് നോൺ വെജ് ഒന്നും കഴിക്കാതെ, അതുപോലെ പീരിയഡ്സ് അല്ലാത്ത സമയം എന്നിങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ട് വേണം ജപിക്കുവാനായിട്ട്. ഇനി ഞാൻ പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രീരാമനാമം എഴുതാം. ഒരു വരയിടാത്ത നോട്ട് പുസ്തകം എടുത്ത് നമ്മൾ ഇന്നു മുതൽക്കെങ്കിലും തുടർച്ചയായിട്ട് 21 ദിവസത്തേക്ക് ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ടാണെങ്കിലും, ഇനി അഥവാ ഏതാഗ്രഹവുമല്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടാണെങ്കിലും തുടർച്ചയായിട്ട് 21 ദിവസം യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ലാതെ, അതായത് ഇടയിൽ മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അങ്ങനെ നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് ശ്രീരാമനാമം എഴുതാവുന്നതാണ്. ഇത് എഴുതിക്കൊണ്ടേയിരിക്കുക. ഇത് എഴുത നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നതായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ, ഭാഗ്യങ്ങൾ നമ്മളെ തേടിയെത്തുന്നതായിരിക്കും. നിങ്ങൾ
കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കഷ്ടപ്പാടുകൾ ഇല്ലാതായി തീരുന്നതായിരിക്കും. സാമ്പത്തികപരമായാണെങ്കിലും ആരോഗ്യപരമായാണെങ്കിലും മാനസികപരമായാണെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുള്ള നല്ല ഒരു മരുന്നാണ് ഈ ശ്രീരാമനാമം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീരാമനാമം ജപിക്കുകയോ ചൊല്ലുകയോ ചെയ്യുന്നവർക്ക് ശിവഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും പരിപൂർണ അനുഗ്രഹം ലഭിക്കും. ദേവന്മാരുടെ അനുഗ്രഹം ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മഹാലക്ഷ്മി ദേവിയുടെയും അതുപോലെ തന്നെ പാർവതി ദേവിയുടെയും അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു കാര്യം ചെയ്യാൻ മറക്കരുത്. അതായത് ശ്രീരാമനാമം എഴുതുവാനും അതുപോലെ തന്നെ ശ്രീരാമ രാമ രാമേതി എന്നുള്ള മന്ത്രം ചൊല്ലുവാനും മറക്കരുത്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുതരുന്ന ഒരു മഹാമന്ത്രമാണ് ഇത്. ഇന്ന് ഇത് മറക്കാതെ ചൊല്ലുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിട്ടേശായ നമഃ.